ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ തുടങ്ങാമല്ലേ. ഇന്ന് ജൂൺ 4 ആണ്. ഇന്നാണ് ഋഷിക്കുട്ടിന് സ്കൂൾ തുറക്കുന്നത്. സോ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനൊരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ. സോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്നലെ രാത്രിയിൽ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പവും കടലക്കറിയും വെക്കാമെന്നാണ് പ്ലാൻ. കഴിഞ്ഞ 2 മാസം എൻ്റെ കൊച്ച് 9:30-10 ആ ഒരു ടൈമിലാണ് ഉറക്കം എഴുന്നേറ്റുകൊണ്ടിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഫുൾ ഷെഡ്യൂൾ മാറുവാണ്. അവന് നേരത്തെ എഴുന്നേൽപ്പിക്കണം. പ്ലേ ക്ലാസ്സിൽ ഫുള്ള് ഞാൻ അവനെ കൊണ്ടാക്കുക വിളിക്കാൻ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവൻ ഉറക്കം എഴുന്നേറ്റാൽ മതിയായിരുന്നു. 10 മണിക്ക് സ്കൂളിലെത്തിയാൽ മതി. ഇവിടെ അടുത്താണ്. നമ്മൾ 9:50 ആകുമ്പോഴായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവനെ സ്കൂൾ ബസ്സിലോട്ടാക്കണോ ഞാൻ കൊണ്ടാക്കണോ എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അവർക്ക് ഈ സ്കൂൾ ടൈം 10 o'clock ആണെങ്കിലും കുഞ്ഞുങ്ങളെ ബസ് വരുന്ന ടൈം അനുസരിച്ച് നമ്മൾ അവരെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8:15-8:30 ബസ് വരുമ്പോൾ 7:30 മണിക്കെങ്കിലും വിളിക്കണം. എന്നാൽ മാത്രമേ ഇവരുടെ കഴിപ്പ് നടക്കത്തുള്ളൂ. അതാണല്ലോ ഭയങ്കര ഒരു വിഷയം, കഴിക്കത്തില്ല സമയത്ത്. അപ്പോൾ അതുകൊണ്ട് പാവത്തിനും കുറച്ചുകൂടി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് മിക്കവാറും ഞാൻ തന്നെ കൊണ്ടാക്കും കേട്ടോ. ഇത്തവണയെങ്കിലും അവനെ ബസ്സിൽ വിടണേന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. നമുക്കൊരു മനസ്സ് വരണ്ടേ. പാവം കിടന്ന് ഉറങ്ങുന്ന കണ്ട വിളിക്കാൻ കൂടി തോന്നുന്നില്ല കേട്ടോ. പിന്നെ എന്നെപ്പോലെ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അധികം തിരുമ്മി വെക്കുന്നുണ്ട്. പിന്നെ അത് പുരഞ്ഞിട്ട് വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ സെപ്പറേറ്റ് തൊലിച്ച് വൃത്തിയാക്കി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് കറിക്കായാലും അല്ലെങ്കിലുമൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാണ്ട് ഒന്നും കാണത്തില്ലല്ലോ. എല്ലാത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ നേരത്തെ അങ്ങ് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇനി ഉള്ളിയും കൂടെയൊക്കെ നേരത്തെ അങ്ങ് അരിഞ്ഞ് വെച്ചാലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. എത്രത്തോളം പണി എളുപ്പമാക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന ടാസ്ക് എന്നെപ്പോലെ തന്നെ ഋഷിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എഴുന്നേൽക്കാൻ വലിയ പാടാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എത്ര നേരം വേണമെങ്കിലും അവനും ഉറക്കം ഒഴിഞ്ഞിരിക്കും. അവന് അതൊന്നും വിഷയമല്ല. പക്ഷേ രാവിലെ എണീക്കാൻ പറയുന്നതാണ് വിഷയം. അപ്പോൾ എൻ്റെ കടലക്കറി അവിടെ ആകുന്നതിൻ്റെ വിസിലാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. എല്ലാം അതിനകത്ത് കുക്കറിനകത്തിട്ട് തന്നെയാണ് തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ മസാലകൾ എല്ലാം ഒരുമിച്ച് തന്നെയാണ് വേവിക്കുന്നത്. എളുപ്പപ്പണിയാണ് കേട്ടോ. ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസം കുറവുള്ളതായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ അവസാനം കുറച്ച് കടുക് താളിച്ച് അതിനകത്തേക്കിടും. അങ്ങനെ തന്നെയാണ് കറി വയ്ക്കുന്നത്. അതാകുമ്പോൾ വേഗം നടക്കുമല്ലോ കാര്യങ്ങൾ. പിന്നെ ഇന്നിപ്പോൾ ഇടിയപ്പമാണ്. ഇപ്പോൾ ഉണ്ടാക്കി ഇതൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടിയപ്പം അടുപ്പത്തായി. എൻ്റെ കറിയൊക്കെ റെഡിയായി. കറിയിൽ ഞാൻ അവസാനം കുറച്ച് കടല അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് അരച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ കറി പോലെ കിട്ടും. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് നമ്മുടെ റാഗിയൊക്കെ റെഡിയാക്കി കേട്ടോ.
അതും കഴിഞ്ഞു. പിന്നെ കിച്ചൺ ഫുള്ള് വൃത്തിയാക്കിയിട്ട് റാഗിയുമായിട്ട് ഞാൻ പുറത്തിറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിച്ച് കുറച്ച് നേരമായി നോക്കി. സമയമുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 7:45 എന്തോ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി സാവധാനം ഇവിടെ ഇരുന്ന് കുറച്ച് സമയം കാഴ്ചകളൊക്കെ കണ്ട് കുടിക്കുവാണ്. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ചോറങ്ങ് വെക്കാം, ബാക്കി കറി വെക്കാനുള്ള മീനൊന്നും ഇവിടെ ഇരിപ്പില്ല. അപ്പോൾ പിന്നെ പോയിട്ട് വന്നതിന് ശേഷം മാത്രമേ അങ്ങനത്തെ പരിപാടിയൊക്കെ ലഞ്ചിനുള്ള കറികളൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അരി അങ്ങ് ഇട്ടു കേട്ടോ. അപ്പോൾ ചോറ് അവിടെ ഇന്നങ്ങ് ആവുമല്ലോ, അതിൻ്റെ പിറകെ നടക്കണ്ടല്ലോ. അങ്ങനെ അതൊക്കെ അടുപ്പത്തായി. ഇനിയിപ്പോൾ സാവധാനം ഞാനിത് കഴിച്ചു കഴിഞ്ഞ ശേഷം ഋഷിയെ പോയി വിളിച്ചുണർത്തി കുളിപ്പിച്ച് റെഡിയാക്കി ആളിനെ അവിടെ കൊണ്ടിരുത്തണം. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, ചിലപ്പോൾ അവിടുന്ന് മുട്ടായി തരും എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ക്ലാസ് കൊടുത്ത് വെച്ചിരിക്കുവാണ്. കണ്ടില്ലേ, എൻ്റെ ഋഷിയാവ പോയി ബ്രഷ് ചെയ്തു, ടോയ്ലറ്റിൽ പോയി കുളിച്ചു സുന്ദരനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവന് റാഗി കൊടുത്ത ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ അവന് ഫ്രൂട്ട്സ് തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കാറ് കേട്ടോ, അവനത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് വാട്ടർമെലനാണ്, വാട്ടർമെലൻ. പിന്നെ ഇന്ന് സ്നാക്സ് മാത്രം മതി, അപ്പോൾ അതും ഇളം ചൂട് വെള്ളം കൂടെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ അവൻ എന്ത് സ്നാക്കാണോ അന്ന് കൊണ്ടുപോകുന്നത്, ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും, അതിന്ന് കുറച്ചും കൂടി വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് ആൾ കഴിക്കുന്നത് കേട്ടോ. ഈ റാഗി കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇഡ്ഡലി ആയാലും ദോശ ആയാലും എന്തായാലും ആൾ ഒരെണ്ണം മാത്രമേ കഴിക്കത്തുള്ളൂ. എല്ലാം കൂടെ കുത്തി നിറച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അവർ വേണമെന്ന് കഴിച്ചിട്ട് പോയാൽ മതി. നമ്മൾ വെറുതെ കുത്തി നിറച്ചിട്ട് ഛർദ്ദിപ്പിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനും കഴിക്കുന്നത് അവൻ്റെതല്ല, എൻ്റെ ഫുഡും കൂടെ ആ പ്ലേറ്റിൽ ഉണ്ടേ. അങ്ങനെ ഞാനും അവനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഋഷിക്ക് സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ് ചെയ്ത് ഒരു കുറിയൊക്കെ ഇട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ ഇനി വീണ്ടും അവിടെ സെറ്റിൽ കൊണ്ട് കാർട്ടൂൺ ഇട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഞാനും റെഡിയായി. ഇന്ന് പാരൻസിനുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, മെയിനായിട്ട് അതാണ്, ഇന്ന് ക്ലാസ് ഇല്ല. അപ്പോൾ ഞാനും ഋഷിയും റെഡിയായി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. 10 മണിക്കാണ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. മഴ ഒന്ന് തോന്നി നിൽക്കുവാണേ, അപ്പോൾ പോയിട്ട് വരാം. ഒരു മഴയൊക്കെ പെയ്ത് തോന്നും. ഞങ്ങൾ സ്കൂളിലെത്തി. ഇനി കുറച്ച് ഇവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ പോയിട്ട് എത്തി കേട്ടോ. 11:30 ആയപ്പോൾ എത്തിയേ. ഓൾമോസ്റ്റ് അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇനി നാളെ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ടെക്സ്റ്റും ബുക്കൊക്കെ കൊണ്ട് ചെല്ലണം, അത് അവരവിടെ മേടിച്ച് വെക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി.